സാധാരണഗതിയിൽ KSRTC ബസ്സിൽ യാത്ര ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് നമ്മൾ ബസ് സ്റ്റോപ്പിലോ ബസ് സ്റ്റാൻഡിലോ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്നാലിന്ന ബസ് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അത് വന്നു പോയിട്ടുണ്ടോ അല്ലെങ്കിൽ വരാനുണ്ടോ എന്ന് ആരോടെങ്കിലും അന്വേഷിച്ചു കഴിഞ്ഞാൽ അവർ പറയും KSRTC ബസ്സല്ലേ, വന്നാ വന്നു പോയാ പോയി എന്നായിരിക്കും നിങ്ങൾക്ക് മറുപടി നൽകുക. എന്നാൽ ആ ഒരു ഗതിയൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് മൊബൈലിൽ നിന്ന് തന്നെ ഇന്നാലിന്റെ ബസ് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ വന്നു പോയിട്ടുണ്ടോ അല്ലെങ്കിൽ വരാനുണ്ടോ, ഏതൊക്കെ സ്റ്റോപ്പ് കഴിഞ്ഞിട്ടാണ് അത് വരുന്നത്, ആ ഒരു ബസ്സിൽ നമുക്ക് സീറ്റ് ഉണ്ടോ എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ നിലവിൽ വന്നു കഴിഞ്ഞു. ഇതൊക്കെ മൊബൈലിൽ എങ്ങനെ ചെക്ക് ചെയ്യാം, എങ്ങനെ മനസ്സിലാക്കാം എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ഇനി നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്താലും ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ നോട്ടിഫിക്കേഷന്റെ പെർമിഷൻ ചോദിക്കും. അവിടെ ഞാനിപ്പോൾ ഡോൺ അലോ ആണ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തതിന് ശേഷം ഇവിടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ മലയാളം തന്നെയാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കും. ഇവിടെ എൻ്റെ മൊബൈൽ നമ്പർ വന്നിട്ടുണ്ട്. ഇനി അതല്ല മൊബൈൽ നമ്പർ എങ്കിൽ ഇവിടെ അനദർ നമ്പർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ നമ്പർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ഒരു മൊബൈൽ നമ്പർ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗം സെലക്ട് ചെയ്താൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, ഇവിടെ സ്കിപ്പ് കൊടുക്കുക. ഞാനിപ്പോൾ സ്കിപ്പ് കൊടുക്കുകയാണ്. അതിനുശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഇപ്പോൾ ഏറ്റവും അടുത്തായിട്ട് വരുന്ന ബസ് ഇവിടെ കാണിക്കുന്നുണ്ട്. കണ്ണൂർ ടു കോഴിക്കോടാണ് ഇവിടെ കാണിക്കുന്നത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ മാപ്പ് കൃത്യമായിട്ട് കാണിക്കും. ഓക്കെ, അതുകൂടാതെ ഇവിടെ നിങ്ങൾക്ക് താഴെ വ്യൂ ടൈം ടേബിൾ എന്ന ഈ ഒരു ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ അത് ഷെഡ്യൂൾ ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഷെഡ്യൂൾ ചെയ്ത ടൈമും ഒക്കെ അതെന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം. പിന്നെ അത് ഏതൊക്കെ സ്ഥലത്ത് ടച്ച് ചെയ്തിട്ടാണ് ഇവിടെയൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് പോകുന്നത് അതൊക്കെ കൃത്യമായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ഇവിടെ കുറച്ച് താഴെ നമുക്ക് ഇവിടെ ഒരു മാപ്പ് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഇവിടെ ചുറ്റുഭാഗത്ത് ഏതൊക്കെ ബസ്സുകളാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ബ്ലൂ കളറിൽ കാണുന്നത് നിങ്ങൾക്ക് ഇവിടെ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു ബസ്സൊക്കെ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സാണ് അവിടെ നീല കളറിൽ കാണിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കൊന്ന് ബാക്ക് വരാം. അതിനുശേഷം ഇവിടെ നമുക്ക് എവിടെയെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ എവിടുന്ന് എവിടത്തേക്കാണ് പോകേണ്ടത് ഇവിടെ കറണ്ട് ലൊക്കേഷൻ എന്ന ഭാഗത്ത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ തളിപ്പറമ്പ് എന്നാണ് ഇവിടെ ടൈപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് എത്തിച്ചേരേണ്ട സ്ഥലം ഇവിടെ രണ്ടാമത്തെ കോളത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏതാണ് നിങ്ങൾക്ക് പോകേണ്ട ആ ഒരു എത്തിച്ചേരേണ്ട സ്ഥലം ഇവിടെ ടൈപ്പ് ചെയ്യുക. ഞാനിപ്പോൾ കാലിക്കറ്റ് എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. കാലിക്കറ്റ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ കാലിക്കറ്റ് എയർപോർട്ട് ജംഗ്ഷൻ, കാലിക്കറ്റ് സിറ്റി. ഞാനിപ്പോൾ കാലിക്കറ്റ് സിറ്റി തിരഞ്ഞെടുത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. കണ്ടോ, കാലിക്കറ്റിലേക്ക് പോകുന്ന എല്ലാ ബസ്സുകളും ഇവിടെ വന്നു കഴിഞ്ഞു. ഇവിടെ തന്നെ നിങ്ങൾക്ക് ഗ്രീൻ കളറിൽ അവൈലബിൾ എന്ന് കാണിക്കുന്നുണ്ടല്ലോ, അത് നമുക്ക് സീറ്റ് ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. കണ്ടോ, ഇവിടെ ഗ്രീൻ കളറിൽ അവൈലബിൾ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ സീറ്റ് ഉണ്ട് ഈ ബസ്സിലൊക്കെ. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മാപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. എത്ര മണിക്കാണ് ഇവിടെ വരുന്നത് എന്നും എത്ര മണിക്കാണ് അവിടെ എത്തിച്ചേരുന്നത് എന്നും കൃത്യമായിട്ട് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബസ്സിന് ടിക്കറ്റ് റേറ്റ് എത്രയാണ് അതും ഒക്കെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി ലൈവായിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇനി KSRTC ബസ്സിലാണ് നിങ്ങൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ബസ് സ്റ്റോപ്പിലാണെങ്കിൽ ബസ് സ്റ്റാൻഡിലാണെങ്കിലും ഒരാളോടും നിങ്ങൾക്ക് ചോദിച്ച് അന്വേഷിച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ ലൈവായിട്ട് എവിടെയൊക്കെയാണ് ബസ് സ്റ്റോപ്പ് ഉള്ളത്, എവിടെ നിന്നാണ് ബസ് പുറപ്പെടുന്നത്, എവിടെ ബസ് എത്തി, അതിൽ സീറ്റ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.